ഏറ്റവും കൂടുതൽ വ്യക്തിവിരോധമുള്ള ഒരാളുടെ പേര് പറയുമ്പോൾ ആരായിരിക്കും പറയാം? ഏറ്റവും കൂടുതൽ വ്യക്തിവിരോധമുള്ള ഒരാളുടെ പേര്. ഏറ്റവും കൂടുതൽ വ്യക്തിവിരോധമുള്ള ഒരാളുടെ പേര് പറയുമ്പോൾ ഞാൻ പറയും PC പറയുന്നു. സ്വയം തന്നെ അല്ലേ? ആ എൻ്റെ അത്രയ്ക്ക് മോശമാണ്. ഞാൻ സൂക്ഷിക്കാത്തതുകൊണ്ടല്ലേ അബദ്ധമൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എനിക്കരിച്ചു അങ്ങനെ അബദ്ധം പറ്റുന്നുണ്ടെന്ന് ഉറപ്പിച്ചു. ചില കാര്യങ്ങൾ എനിക്ക് സൂക്ഷിക്കാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞത്. ഒന്ന് വീണപ്പം കൈ പിടിച്ചു ഉയർത്തിയതാരം. ഞാൻ വീണില്ല, പിന്നെ എങ്ങനെ കൈ പിടിച്ചു ഉയർത്തുന്നു? പല സംഭവത്തും തോൽവി ഒരു വീഴ്ചയല്ലേ? തോൽവി ഒന്നൊരു വീഴ്ചയല്ലോ. അത് ഞാൻ ചിരിച്ചോണ്ടല്ലാണ്. ഞാൻ ആരെങ്കിലും വീട്ടിൽ പോയിരുന്നു, ഞാൻ ചിരിച്ചോണ്ടല്ലേ എന്നെ നേരിടുന്നത്. എനിക്കത് തോൽവി അനിവാര്യമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടത്. സങ്കടം വരുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം വരുമ്പോൾ എന്താ ചെയ്യണം PC? സങ്കടം വന്നാൽ മനുഷ്യനാണ് കരയും. മനുഷ്യനല്ലാത്തവൻ കരയുകയല്ല, അത്രേ ഉള്ളൂ. അങ്ങനെ കരഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ എത്ര പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. പല കാര്യം കാണും. എനിക്ക് ചില വീട്ടിൽ ചെല്ലുമ്പം വീട്ടിലെ സാഹചര്യം കാണുമ്പോൾ കരച്ചിൽ വരാറുണ്ട്. സത്യം. ഞാൻ ചിലപ്പം സ്ത്രീകളെ ചിലപ്പോൾ ചൂടാവുകയും ചീത്തറുകയൊക്കെ ചെയ്യും. എങ്കിലും അവരുടെ കാര്യം ഓർത്ത് അറിയാതെ കരഞ്ഞിട്ടുണ്ട്. ഞാൻ ചീത്ത പറയുന്നതാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നുണ്ട്. അത് പറയാം, വേറെ കാര്യം. കാരണം അവർ നന്നാകാൻ വേണ്ടി ഞാൻ ചീത്ത പറയുന്നത്. PCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേര് വരാൻ ആരെ പറയും? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ് വ്യക്തിപരമായിട്ട് എൻ്റെ ഇഷ്ടക്കാരൻ V.S. അച്യുതാനന്ദനാണ്. പക്ഷേ പുള്ളി ഒരു നല്ല ഭരണാധികാരിയായിരുന്നു എന്ന അഭിപ്രായം എനിക്കില്ല. കാരണം പുള്ളിയുടെ ഒരു പ്രത്യേക സ്റ്റൈലായിരുന്നു. സഹാക്കന്മാരുടെ ഭരണമല്ലേ. ഇക്കനെ നല്ല മനുഷ്യനായിരുന്നു. ഒരു മുഖ്യമന്ത്രി എന്ന ജനകീയനായ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉമ്മൻചാണ്ടി കഴിഞ്ഞ ഒരാളെ ഉള്ളൂ. ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി. പിന്നെ ഏറ്റവും മോശം പിണറായി എന്നിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ. പിന്നെ നോക്കിയാൽ നയനാർ കൊള്ളായിരുന്നതിൻ്റെ കുഴപ്പം ഒരു കുറ്റവും പറയാനില്ല. AK ആൻ്റണി ഒരു ശുദ്ധനായിപ്പോയി. കള്ളനല്ല, കൊള്ളക്കാരനല്ല, പിടിച്ചുപറിക്കാരനല്ല, പക്ഷേ പുള്ളി ശുദ്ധനായിപ്പോയി. എല്ലാവരും കൂടെ പുള്ളി ഇട്ട് വട്ട് തട്ടി. പുള്ളി പാവൻ രാജിവെച്ച് പോണ്ടി വന്നില്ല. ഒന്ന് ആലോചിച്ച് ഗതികേട്. പുള്ളി ചാരായം നിരോധിച്ചു. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ചാരായം നിരോധിക്കണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായം ചാരായം നിരോധിച്ചിട്ട് കള്ളച്ചാരായം രാജ്യം മുഴുവനായി. ഇല്ല, കള്ളച്ചാരായം ഉണ്ടാകലേ. പിടിക്കാൻ എക്സൈസുകാരുണ്ടോ? പിടിച്ച എക്സൈസുകാർ പിടിക്കുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ സ്ട്രിക്റ്റായ തീരുമാനമെടുത്ത് നയം നടപ്പാക്കുന്ന സംവിധാനം ഉണ്ടാക്കിയിട്ട് വേണമായിരുന്നു അത് ചെയ്യാൻ. ഒറ്റയടിക്കങ്ങ് നിരോധിച്ചു പുള്ളിയുടെ ഉദ്ദേശം നല്ലത്, ലക്ഷ്യം നല്ലത്, നല്ല മനസ്സ്. പക്ഷേ അത് നാശമാണ് ഉണ്ടാക്കി. ഉദാഹരണം പറഞ്ഞു. അതെ അതെ അതെ. പക്ഷെ ആന്റണി ഒരു നല്ല മനുഷ്യൻ, നിഷേധിക്കാൻ പറ്റില്ല. പിന്നെ ഒരു മുഖ്യമന്ത്രി പറയാൻ ആരാ? ഉമ്മൻചാണ്ടിയാ പാവം. അത് പറയുന്നുണ്ടോ അല്ലേ? ഏറ്റവും വലിയ നിയമസഭയിൽ ഇരുന്നിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു MLA പേര് പറഞ്ഞാൽ ആരെ പറയും? MLA 7 വർഷം കൂടെ ഇരുന്നപ്പോൾ സഹപ്രവർത്തകർ ഇഷ്ടവും നമുക്കൊരു സഹായി. എന്നെ എല്ലാ MLA-മാർക്കും ഇഷ്ടമായിരുന്നു. സത്യം പറയുക, എല്ലാവരും എന്നെ അനുകൂലിക്കുമായിരുന്നു. ഞാൻ പ്രസംഗിക്കുമ്പം എല്ലാവരും പിന്തുണ തരുമായിരുന്നു. ഞാൻ നിഷ്പക്ഷമായിട്ടല്ലേ പറയുന്നത്. ഭരണം പ്രതിപക്ഷമല്ലേ, എപ്പോഴും അങ്ങനെ ആയിരുന്നു. ഒരു സഹായികളായിരുന്നു എല്ലാവരും. ഒരു ആൾ പിന്നെ എതിർത്തതായിട്ട് എനിക്ക് അനുഭവപ്പെടില്ല. എന്നെ വ്യക്തിപരമായിട്ട് ആക്രമിച്ചാൽ എനിക്ക് അനുഭവമില്ല.